നമസ്കാരം, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് 2020 തുടങ്ങിയ ചിത്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സുരേഷ് ഗോപിയുടേതായി കാവൽ എന്ന് പറഞ്ഞ ചിത്രം ഇപ്പോൾ പൂർത്തീകരിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മോഹൻലാലിൻ്റെ ദൃശ്യം 2 എന്ന് പറഞ്ഞ ചിത്രം അതും പൂർത്തീകരിച്ചിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മാത്രം പെൻഡിങ്, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പെൻഡിങ്ങിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ദ പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രവും ഷൂട്ടിങ്ങും കഴിഞ്ഞു. അതോടെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഉറപ്പാണ് 2020 ഇനിയൊരു തിയേറ്റർ റിലീസുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം തിയേറ്റർ തുറക്കാൻ പറ്റില്ല. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും നടക്കില്ല. കാരണം കോടികളുടെ ബിസിനസ്സാണ് ഈ ചിത്രങ്ങളെല്ലാം. വൺ ബഡ്ജറ്റ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ദ പ്രീസ്റ്റ് എന്ന് പറയുന്ന ചിത്രം അദ്ദേഹം ബാക്കി നിന്നിരുന്ന ബിലാൽ അല്ലെങ്കിൽ CBI അതൊക്കെ മാറ്റി വെച്ചിട്ടാണ്. അപ്പോൾ അത്രത്തോളം പ്രസക്തവും അദ്ദേഹത്തിന് ഏറെ താല്പര്യവുമുള്ള ഒരു സബ്ജക്റ്റുമായിരുന്നു അത്. അതിൻ്റെ അപ്പോൾ വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പറയുന്നത്, ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ദൃശ്യം നമുക്കറിയാം 2013 ഇറങ്ങി വമ്പൻ ഹിറ്റായ ചിത്രം. മലയാളത്തിൽ കാശ് വാരിയ ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ചിത്രം, ബ്ലോക്ക് ബസ്റ്റർ. നമുക്കറിയാം ഇന്നും നമുക്ക് ആ ദൃശ്യം മറക്കാൻ കഴിയുന്നൊരു അനുഭവമല്ല. അത്രത്തോളം ഹൈപ്പുണ്ട് ആ ചിത്രത്തിന്, ജിത്തു ജോസഫിൻ്റെ ഈ ചിത്രത്തിന്. അപ്പോൾ അതിനൊരു രണ്ടാമത് പാർട്ട് വരികയാണ്. അതും ഈ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 45-47 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ കേട്ടത് OTT റിലീസിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രം ഇറങ്ങുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. ഇത്രയും കാശ് മുടക്കി ഇറക്കുന്ന ചിത്രങ്ങൾ OTTയിൽ നിന്ന് നമുക്ക് അത് വലിയ വരുമാനമൊന്നും കിട്ടും എന്ന് തോന്നുന്നില്ല. കിട്ടുമായിരിക്കാം, പക്ഷേ തിയേറ്റർ റിലീസിന് ഇത്രയും കിട്ടുകയില്ല. അപ്പം 2021 നമ്മൾ ഇതിനൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പം പ്രേക്ഷകർ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ചിത്രങ്ങൾക്കെല്ലാമായിട്ട്. സുരേഷ് ഗോപിയുടേതായി കാവലും ജനുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ കൊറോണ കാരണം ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഇപ്പോൾ അത് ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം ഈ 3 താരങ്ങളുടെയും ചിത്രങ്ങൾ 2021 റിലീസാവാൻ, ഒരുപക്ഷെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റിലീസായെന്ന് വരില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ജൂണിന് മുമ്പ് തന്നെ തിയേറ്ററൊക്കെ തുറക്കാൻ ചാൻസുകൾ കാണും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അറിയില്ല കോവിഡ് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്താണെങ്കിലും സേഫ്റ്റി ഫസ്റ്റ് തന്നെയാണ് പ്രിഫറൻസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം മനുഷ്യജീവൻ്റെ അത്രയും വലിയ കാര്യങ്ങളൊന്നുമില്ല എൻ്റർടൈൻമെൻറ്റിന്. അപ്പം അങ്ങനെ തുറക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ചിത്രത്തിനാണ് കാത്തിരിക്കുന്നത്? മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് ആണോ, ദൃശ്യം 2 ആണോ, അതുമല്ല സുരേഷ് ഗോപിയുടെ കാവലിനാണോ? നിങ്ങൾക്ക് കമൻസിലൂടെ ഇതൊന്ന് രേഖപ്പെടുത്താം. 3 വമ്പൻ താരനിരയിലേക്ക് വരുന്ന താരനിരയുള്ള ചിത്രം എന്ന് തന്നെ പറയാം, സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രം. സുരേഷ് ഗോപിക്ക് മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു കാര്യം കൂടിയുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എന്ന് നമ്മൾ കണ്ടിരുന്ന വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ കാവൽ എന്ന് പറയുന്ന ചിത്രം. പണ്ട് നമ്മൾ കണ്ടിരുന്ന സുരേഷ് ഗോപിയെ ഇതിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ദൃശ്യം എന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൃശ്യം 1 അതായത് ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ ആ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ചിത്രം എത്രത്തോളം നമ്മളെ ഇഷ്ടപ്പെടുത്തി അതേപോലെ തന്നെ വരട്ടെ. സാധാരണ സെക്കൻഡ് പാർട്ടുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയും അതിഗംഭീരവുമായി ഒരു സബ്ജക്റ്റും ആ ചിത്രം ഒരു മികച്ച സിനിമ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഒപ്പം പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിന് നമുക്കറിയാം ഇപ്പോൾ ഈ 3 താരങ്ങൾ അല്ലെങ്കിൽ മലയാളത്തിലെ ഏത് താരത്തെ എടുത്തു കഴിഞ്ഞാലും അവരിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. കാരണം അദ്ദേഹത്തിന് 2020 ചിത്രങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാം, ഏകദേശം 20ഓളം ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടികയിലുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു 4-5 വമ്പൻ പ്രൊജക്റ്റുകളെ മാറ്റി വെച്ചിട്ടാണ് അതിനിടയിൽ ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രവുമായി അദ്ദേഹം വന്നേക്കുന്നത്. അപ്പോൾ അതുപോലെ മഞ്ജു വാര്യരുമുണ്ട് ഈ സിനിമയിൽ എന്നുള്ള ആദ്യമായി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളത്. അപ്പം ഈ പ്രതീക്ഷകൾക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ചിത്രമാകട്ടെ ദ പ്രീസ്റ്റും എന്ന് പ്രാർത്ഥിക്കുന്നു, ഒപ്പം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 3 ചിത്രങ്ങളും അതിഗംഭീരമാകാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രത്തിനെക്കുറിച്ച് പറയാം, നിങ്ങൾ കമൻസുകൾ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയാസ്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.